എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 50 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്ന ജീവി ഏത്? ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്ന ജീവി. ഓപ്ഷൻ ഡി പാമ്പ്. ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്നത് പാമ്പിലാണ്. ഡിസംബർ 5 പ്രാധാന്യം എന്ത്? തന്നിരിക്കുന്നവയിൽ ഡിസംബർ 5 പ്രാധാന്യം എന്താണ്? ഓപ്ഷൻ എ ലോക മണ്ണ് ദിനം. ലോക മണ്ണ് ദിനമായി ആഘോഷിക്കുന്നതാണ് ഡിസംബർ 5. ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിൻ്റെ എത്ര ഭാഗമാണ്? ചന്ദ്രനിലെ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ എത്ര ഭാഗമാണ്? ഓപ്ഷൻ ഡി 1/6. ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിൻ്റെ 1/6 ഭാഗമാണ്. തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് എന്ത് മൂലം? തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് എന്ത് മൂലമാണ്? ഓപ്ഷൻ ഡി കേശികത്വം. കേശികത്വം മൂലമാണ് തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്നു വന്ന് വിളക്ക് കത്തുന്നത്. മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത. മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത. ഓപ്ഷൻ ബി 0.81. മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത 0.81. ഒരു വസ്തു ദ്രവ്യത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന്. ഒരു വസ്തു ദ്രവ്യത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന്. ഓപ്ഷൻ സി തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവ്യത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. വിന്ധ്യ പർവ്വതനിരകൾ പ്രധാനമായും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. വിന്ധ്യ പർവ്വതനിരകൾ പ്രധാനമായും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലായിട്ടാണ് വിന്ധ്യ പർവ്വതനിരകൾ പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത്. പരോക്ഷ തിരഞ്ഞെടുപ്പ് വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി. പരോക്ഷ തിരഞ്ഞെടുപ്പ് ആനുപാതിക പ്രാതിനിധ്യ രീതി വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി. ഓപ്ഷൻ ഡി രാജ്യസഭാംഗം. പരോക്ഷ തിരഞ്ഞെടുപ്പ് ആനുപാതിക പ്രാതിനിധ്യ രീതി വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണ് രാജ്യസഭാംഗം. നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകനാര്? നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകനാരാണ്? ഓപ്ഷൻ ഡി ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏതാണ്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം. ഓപ്ഷൻ സി കുറിച്യർ കലാപം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് കുറിച്യർ കലാപം. ശരിയായ പ്രസ്താവന ഏത്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ, മോക്ഷപ്രദീപം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് 1888 അന്നാചാണ്ടി ശ്രീമതി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ
പത്രാധിപരായി പ്രവർത്തിച്ചിരുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ 1, 3, 4 പ്രസ്താവനകളാണ് ശരിയായത്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് 1888. അന്നാചാണ്ടി ശ്രീമതി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരായി പ്രവർത്തിച്ചിരുന്നു. മോക്ഷപ്രദീപം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ ജന്മസ്ഥലവും ചേരുംപടി ചേർക്കുക. പണ്ഡിറ്റ് കറുപ്പൻ, കുമാരനാശാൻ, VT ഭട്ടതിരിപ്പാട്, ചട്ടമ്പിസ്വാമികൾ. കണ്ണമൂല, മേഴത്തൂർ, ചേരനെല്ലൂർ, കായിക്കര. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ ജന്മസ്ഥലവും തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി. 1C, 2D, 3B, 4A. പണ്ഡിറ്റ് കറുപ്പൻ, ചേരാനെല്ലൂർ, കുമാരനാശാൻ, കായിക്കര, VT ഭട്ടതിരിപ്പാട്, മേഴത്തൂർ, ചട്ടമ്പിസ്വാമികൾ, കണ്ണമൂല. സ്ത്രീകളോടും പെൺകുട്ടികളോടും ഓൺലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഉപദ്രവങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേരള പോലീസിൻ്റെ ദ്രുത പ്രതികരണ സംവിധാനം. സ്ത്രീകളോടും പെൺകുട്ടികളോടും ഓൺലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഉപദ്രവങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേരള പോലീസിൻ്റെ ദ്രുത പ്രതികരണ സംവിധാനമാണ് ഓപ്ഷൻ എ അപരാജിത ഓൺലൈൻ. അപരാജിത ഓൺലൈനാണ് സ്ത്രീകളോടും പെൺകുട്ടികളോടും ഓൺലൈൻ അടിസ്ഥാനമാക്കിയുള്ള ഉപദ്രവങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കേരള പോലീസിൻ്റെ ദ്രുത പ്രതികരണ സംവിധാനം. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ സെക്രട്ടറി ആരാണ്? ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ ബി ശ്രീ HVR അയ്യങ്കാർ. ശ്രീ HVR അയ്യങ്കാറാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ സെക്രട്ടറി. ഇന്ത്യയിൽ GSTയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ GSTയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി അടൽ ബിഹാരി വാജ്പേയി. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് ഇന്ത്യയിൽ GSTയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ഓപ്ഷൻ ബി PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഇന്ത്യയുടെ ഉപദ്വീപ് നദി. തന്നിരിക്കുന്നവയിൽ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഇന്ത്യയുടെ ഉപദ്വീപീയ നദി. ഓപ്ഷൻ സി ഗോദാവരി. ഗോദാവരിയാണ് തന്നിരിക്കുന്നവയിൽ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഇന്ത്യയുടെ ഉപദ്വീപീയ നദി. ഏതാണ് ഒരു ഗ്ലേഷ്യൽ ലാൻഡ് ഫോം? തന്നിരിക്കുന്നവയിൽ ഏതാണ് ഒരു ഗ്ലേഷ്യൽ ലാൻഡ് ഫോം? ഓപ്ഷൻ സി ഡ്രംലിൻസ്. ഡ്രംലിൻസ് ആണ് തന്നിരിക്കുന്നവയിൽ ഒരു ഗ്ലേഷ്യൽ ലാൻഡ് ഫോം. ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയ വർഷം. ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയ വർഷം. ഓപ്ഷൻ എ 1689. 1689 ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയത്. ഇന്ത്യയിൽ ആദ്യമായി രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയതാര്? ഇന്ത്യയിൽ ആദ്യമായി രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയത് ഓപ്ഷൻ ഡി വിശ്വനാഥൻ ആനന്ദ്. വിശ്വനാഥൻ ആനന്ദാണ് ഇന്ത്യയിൽ ആദ്യമായി രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയത്. കേരളത്തിൽ അലാമിക്കളി എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുണ്ടായിരുന്ന ജില്ല ഏത്? കേരളത്തിൽ അലാമിക്കളി എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുണ്ടായിരുന്ന ജില്ല ഓപ്ഷൻ ബി കാസർഗോഡ്. കേരളത്തിൽ അലാമിക്കളി എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുണ്ടായിരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്.
മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം എന്താണ്? മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം. ഓപ്ഷൻ എ 7.4. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം 7.4. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം. ഓപ്ഷൻ ബി പാസ്കൽ നിയമം. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമം അടിസ്ഥാനമാക്കിയാണ്. നേത്രചികിത്സയിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? തന്നിരിക്കുന്ന കിരണങ്ങളിൽ നേത്രചികിത്സയിൽ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി അൾട്രാ വയലറ്റ് കിരണം. തന്നിരിക്കുന്നവയിൽ അൾട്രാ വയലറ്റ് കിരണങ്ങളാണ് നേത്രചികിത്സയിൽ ഉപയോഗിക്കുന്നത്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്. ഓപ്ഷൻ സി കാൻഡല. കാൻഡലയാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്. എത്മോയിഡ് അസ്ഥി മനുഷ്യ ശരീരത്തിൽ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? എത്മോയിഡ് അസ്ഥി മനുഷ്യ ശരീരത്തിൽ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ തലയോട്. എത്മോയിഡ് അസ്ഥി മനുഷ്യ ശരീരത്തിൽ തലയോട്ടിയിലാണ് കാണപ്പെടുന്നത്. ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്നത് എന്താണ്? ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി അതിറോസ്ക്ലീറോസിസ്. അതിറോസ്ക്ലീറോസിസ് എന്നാണ് ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥ അറിയപ്പെടുന്നത്. ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ എ തയാമിൻ. വിറ്റാമിൻ B1 എന്നും അറിയപ്പെടുന്ന തയാമിൻ്റെ അപര്യാപ്തതയാണ് ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നത്. പ്ലാസെൻ്റയുടെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഓക്സിജനും പോഷകങ്ങളും ഭ്രൂണത്തിന് എത്തിച്ചു കൊടുക്കുക, ഭ്രൂണത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുക, ഭ്രൂണത്തിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും വിസർജ്യ വസ്തുക്കളും പുറന്തള്ളുക. തന്നിരിക്കുന്നവയിൽ പ്ലാസെൻ്റയുടെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഓപ്ഷൻ ഡി 1ഉം 3ഉം. 1ഉം 3ഉമാണ് പ്ലാസെൻ്റയുടെ ധർമ്മങ്ങൾ. ഓക്സിജനും പോഷകങ്ങളും ഭ്രൂണത്തിന് എത്തിച്ചു കൊടുക്കുക, ഭ്രൂണത്തിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും വിസർജ്യ വസ്തുക്കളും പുറന്തള്ളുക. ഭ്രൂണത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് അമ്നിയോട്ടിക് സാക്കും അമ്നിയോട്ടിക് ഫ്ലൂയിഡുമാണ്. കേരള വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയേത്? വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ സ്വീകരിക്കുന്നു. കേരള വനിതാ കമ്മീഷൻ വിവിധ സംവിധാനങ്ങളിലൂടെ നിയമസഹായം നൽകുന്നു. കമ്മീഷൻ കൗൺസിലർമാരുടെ സേവനം നൽകുന്നു. കേരള വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ബി ഓൺലി 2 and 3. കേരള വനിതാ കമ്മീഷൻ വിവിധ സംവിധാനങ്ങളിലൂടെ നിയമസഹായം നൽകുന്നു. കമ്മീഷൻ കൗൺസിലർമാരുടെ സേവനം നൽകുന്നു. കേരള സംസ്ഥാന ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓംബുഡ്സ്മാൻ ഒരു ഏകാംഗ സംവിധാനമാണ്. തിരുവനന്തപുരമാണ് ഓംബുഡ്സ്മാൻ്റെ ആസ്ഥാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഓംബുഡ്സ്മാൻ്റെ പ്രവർത്തന മണ്ഡലം. കേരള സംസ്ഥാന ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ ഓൾ ഓഫ് ദ എബവ് 1, 2 and 3. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും കേരള സംസ്ഥാന ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇന്ത്യൻ പ്രസിഡന്റിന് വീറ്റോ അധികാരമുണ്ട്. മണി ബിൽ ഒഴികെയുള്ള ബില്ലുകളിലാണ് വീറ്റോ അധികാരമുള്ളത്.
പാർലമെൻറ്റ് പാസാക്കിയ എല്ലാ ബില്ലും പ്രസിഡൻറ്റിൻ്റെ അനുമതിക്കായി അയക്കാറുണ്ട്. തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ്. 1, 2 ആൻഡ് 3 തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം. ഓപ്ഷൻ ബി, ചാന്നാർ ലഹള. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് ചാന്നാർ ലഹള. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയതാരാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത് ഓപ്ഷൻ ബി, ഗാന്ധിജി. ഗാന്ധിജിയായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഓപ്ഷൻ ബി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഓപ്ഷൻ എ, ബി ആർ അംബേദ്കർ. ബി ആർ അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം. മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓപ്ഷൻ ബി, നദികൾക്കിടയിലുള്ള പ്രദേശം. മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ഓപ്ഷൻ ഡി, ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ഓപ്ഷൻ ബി, പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി ആയിരുന്നു വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത്. ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി. ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി. ഓപ്ഷൻ ബി, നൈൽ. നൈൽ നദിയാണ് ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്തത് ഓപ്ഷൻ സി, മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമയായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്തത്. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത്. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത് ഓപ്ഷൻ എ, ലിട്ടൺ പ്രഭു. ലിട്ടൺ പ്രഭു ആയിരുന്നു പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത്. വിദ്യാഭ്യാസാവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? വിദ്യാഭ്യാസാവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? ഓപ്ഷൻ എ, അനുച്ഛേദം 21A. വിദ്യാഭ്യാസ അവകാശ നിയമം അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ
അനുച്ഛേദം 21 എയിലാണ്. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്നത്. തന്നിരിക്കുന്നവയിൽ പരോക്ഷ നികുതി അല്ലാത്തത് ഏത്? സേവന നികുതി, വിനോദ നികുതി, വ്യക്തിഗത ആദായ നികുതി, പരസ്യ നികുതി. തന്നിരിക്കുന്നവയിൽ പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി വ്യക്തിഗത ആദായ നികുതി. തന്നിരിക്കുന്നവയിൽ വ്യക്തിഗത ആദായ നികുതിയാണ് പരോക്ഷ നികുതി അല്ലാത്തത്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ്. ഓപ്ഷൻ എ ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ ബി ജാർഖണ്ഡ്. ജാർഖണ്ഡിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം. പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതമാണ്. ഓപ്ഷൻ എ കുമരകം. കുമരകം പക്ഷിസങ്കേതമാണ് പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം. വറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? വറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി കൊടുങ്ങരപ്പള്ളം പുഴ. വറ്റി വരണ്ടുപോയ കൊടുങ്ങരപ്പള്ളം പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.